ഫസ്റ്റ് മൊഡ്യൂളായ മെട്രിസസിൽ നിന്നും പാർട്ട് ബി 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പാർട്ട് ബിയിൽ മെട്രിസസിൽ നിന്നും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ 5 ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 ചോദ്യങ്ങളും പഠിച്ചിട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഡിറ്റർമിനന്റ് എന്നാണ് ചോദിക്കുക. പാർട്ട് ബിയിലുള്ള ഒന്നാമത്തെ ചോദ്യം, സോൾവ് ഒരു എക്സ് 6 4 5 ഇസ് ഈക്വൽ ടു ഒരു 1 2 3 4 അങ്ങനെ ഒരു ചോദ്യം. ഞാൻ സ്പോട്ടിൽ ഉണ്ടാക്കിയ ചോദ്യമാണ്. അപ്പം നല്ലൊരു വൃത്തിക്കുള്ള ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല, അതായത് ഒരു റെഗുലർ നമ്പർ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും നമുക്ക് എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ മീനിങ് നോക്കാം. ഓക്കെ, സോൾവ് എന്നുള്ളതിന്റെ മീനിങ് എക്സിന്റെ, അതായത് നമുക്കിവിടെ ഈ ഒരു സംഭവത്തിൽ ഏതെങ്കിലും അറിയാത്തൊരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എക്സോ വൈയോ എയോ ബിയോ സിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ എക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. തന്നിട്ടുണ്ട് എന്ത്, ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് എക്സ് 6 4 5 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് അനദർ മെട്രിക്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ അറിയാം. അപ്പോൾ ആദ്യം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻസ് എക്സ് ഇൻറ്റു 5. ഇങ്ങനെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഇൻറ്റു 5 മീൻസ് 5x മൈനസ് 4 ഇൻറ്റു 6. ഓക്കെ, 4 ഇൻറ്റു 6 ഈക്വൽ ടു എന്താണ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഡിറ്റർമിനന്റ് അല്ലേ, അതായത് 1 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ എന്താ വന്നത്, 5x മൈനസ് 4 6 24 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 4 4 മൈനസ് 2 3 6. ഓക്കെ, അപ്പോൾ 5x ഞാൻ അവിടെ വെച്ചു മൈനസ് 24 ഇസ് ഈക്വൽ ടു 4 മൈനസ് 6 എന്താടാ -2. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അതിനെ ഞാൻ അവിടെ തന്നെ വെച്ചു. അതിന് കൂടെയുള്ള ഈ -24 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താവും, +24 ആവും അല്ലേ. അപ്പോൾ -2 + 24 എന്താ, -2 + 24 എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ 5x ഇസ് ഈക്വൽ ടു 22 വന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ എക്സിനെ മാത്രം കിട്ടണം. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ഈ 5നെ ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 ഇൻറ്റു എക്സ് ആയതുകൊണ്ട് 22/5. അപ്പോൾ 22/5 ആണ് എൻ്റെ എക്സിന്റെ വില. അപ്പോൾ നമ്മളിവിടെ ഇത് രണ്ടിന്റെയും ഡിറ്റർമിനന്റ് ഈക്വൽ ആണ് തന്നതുകൊണ്ട് രണ്ടിന്റെയും ഡിറ്റർമിനന്റ് നമ്മൾ കാണുന്നു, എന്നിട്ട് അത് ഈക്വൽ ആണെന്ന് കൊടുക്കുന്നു. ആ ഒരു സ്റ്റെപ്പ് താഴോട്ട് എഴുതി പോകുന്നു. ബാക്കി നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. 3 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ഡിറ്റർമിനന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഉണ്ടാവുക. അതായത് എന്ത്, ഇപ്പൊ ഇങ്ങനെ എക്സ് 6 എക്സ് ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ ചെയ്തു തരും. എന്നിട്ട് നമ്മളോട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എന്താ, എളുപ്പമാണ് അല്ലേ. ഇവിടെ ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ, എക്സ് ഇൻറ്റു എക്സ് ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാലോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 6 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു എന്താ, 0 ആണ് തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു എക്സ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 6 ഈസ് 36 ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ -36 0 ഇവിടെ ഉണ്ട്. -36 പുറത്ത് പോകുമ്പോൾ എന്താവും, +36. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, സോ എക്സ് സ്ക്വയർ 0 + 36 എന്താടാ, 36 തന്നെ. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 തന്നു. അപ്പോൾ എന്തിന്റെ സ്ക്വയർ ആണ് 36 വരിക, എന്താ വരിക, √36 ദാറ്റ് ഈസ് 6ന്റെ സ്ക്വയർ ആണ് 36 വരിക. ഫൈൻ. അപ്പോൾ ഈ ഒരു രണ്ടിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരിക. അതായത് ഒന്നുകിൽ 2 ഭാഗത്തെയും ഡിറ്റർമിനന്റ് കണ്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് ഡിറ്റർമിനന്റ് നമുക്ക് തരും, ഒന്നിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണ് തരും, എന്നിട്ട് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടാവും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരിക. ഓക്കെ, ഇനി രണ്ടാമത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, എ ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ഒന്ന് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 2 3 4 5 6 1 1 1. ഓക്കെ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ഒന്നുകിൽ A+A ട്രാൻസ്പോസ് കാണാൻ പറയാം, അല്ലെങ്കിൽ A-A ട്രാൻസ്പോസ് കാണാൻ പറയാം, അല്ലെങ്കിൽ A ട്രാൻസ്പോസ് കാണാൻ പറയാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഒരു മെട്രിക്സ് തരും, ഒന്നുകിൽ A+A ട്രാൻസ്പോസ്, അല്ലെങ്കിൽ A-A ട്രാൻസ്പോസ്, അല്ലെങ്കിൽ A ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ആദ്യം എന്ത് എഴുതണം, അതിന്റെ ട്രാൻസ്പോസ് എഴുതണം. വാട്ട് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് A ഹിയർ, A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ 1 2 5 എന്നുള്ള റോയിനെ നമ്മൾ എന്താക്കി എഴുതണം, കോളം ആക്കി എഴുതണം. അതായത് നേരെയുള്ള ആളെ കുത്തനെ വെച്ചിട്ട് എഴുതണം. ഓക്കെ, 1 2 5 3 4 6 ആൻഡ് 1 1 1. ഓക്കെ, അപ്പോൾ A ട്രാൻസ്പോസ് ആയി. ഇനി A+A ട്രാൻസ്പോസ് കാണാൻ പ്രയാസമുണ്ടോ, എന്താ A+A ട്രാൻസ്പോസ്? A+A ട്രാൻസ്പോസ് ഈസ് എന്താ വരിക, ജസ്റ്റ് ഓരോ എൻട്രീസും കൂട്ടി കൊടുക്കുക. 1 + 1 2 + 3 5 + 1 അല്ലേ, 3 + 2 4 + 4 6 + 1 1 + 5 1 + 6 1 + 1. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാണ് 1 + 1 2 + 3 5 + 1
3 plus 2, 4 plus 4, 6 plus 1, 1 plus 5, 6 plus 1, 1 plus 1. ഇതാണ് A ട്രാൻസ്പോസ്. ഇതൊന്ന് ജസ്റ്റ് കൂട്ടി എഴുതിയാൽ എന്താ വരിക? 2, 5, 6, 5, 8, 7, 6, 7, 2. ഇതാണ് A plus A ട്രാൻസ്പോസ്. സിമിലർലി നമുക്ക് A minus A ട്രാൻസ്പോസ് കാണാം. എന്താ A minus A ട്രാൻസ്പോസ്? ഞാൻ ചെയ്യാണ്. 1 minus 1, 2 minus 3, 5 minus 1, then 3 minus 2, 4 minus 4, 6 minus 1. പിന്നെ എന്താ വരിക? 1 minus 5, 1 minus 6, 1 minus 1. ഡയറക്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താ, സോറി, കുറച്ചാൽ മതി. 0 minus 1 minus 4, 3 minus 2 is 1, 0, 5 minus 4 minus 5, 0. ഇതാണ് എന്ത്? A minus A ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ A plus A ട്രാൻസ്പോസും A minus A ട്രാൻസ്പോസും കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. A ട്രാൻസ്പോസ് ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഒരു മാർക്കിന്റെ ചോദ്യം പ്ലസും മൈനസും എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞില്ലേ? സിമിലിയർ സാധനം തന്നെയാണ്. പക്ഷെ ഇവിടെ A ട്രാൻസ്പോസ് കണ്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സാധനം ഒന്ന് കത്തിയാൽ മതി, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ A into A ട്രാൻസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ചോദിക്കാം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ A into A ട്രാൻസ്പോസ് കാണാന്ന് പറയുന്നത് പ്ലസും മൈനസും കണ്ട പോലെ അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമില്ല. ഓക്കെ, A എന്താ വരുന്നത്? 1, 2, 5, 3, 4, 6, 1, 1, 1 ആണ്. വാട്ട് ഈസ് A ട്രാൻസ്പോസ്? 1, 3, 1, 2, 4, 1, 5, 6, 1. ഓക്കെ, അപ്പോൾ A into A ട്രാൻസ്പോസ് ആണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് സാധാരണ നമ്മൾ പ്ലസും മൈനസും ചെയ്യുമ്പോൾ ഡയറക്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ അങ്ങനെ ചെയ്യുന്നത് പറ്റൂല. എങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ നോക്കുക? ആദ്യം നമ്മൾ ഇവിടത്തെ റോ, ഇവിടത്തെ കോളം, ഓക്കെ, ഇവരെ നമ്മൾ മാച്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇവിടുത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇവിടുത്തെ റോനായിട്ട് നമ്മൾ ഗുണിക്കുക. 1 into 1 പ്ലസ് 2 into 2 പ്ലസ് 5 into 5. ഓക്കെ, ഇനി എലമെന്റ്സ് ഒന്നുമില്ല, അത് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സെയിം റോനെ തന്നെ ഇവിടെ എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിടാം. അതിങ്ങനെ നേരെ എഴുതി പോകണം. ഓക്കെ, അപ്പം രണ്ടാമത്തത് ഈ സെയിം റോനെ നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ കോളമായിട്ട് ചെയ്യണം. ഓക്കെ, എന്താ വരിക? 1 into 3 പ്ലസ് 2 into 4 പ്ലസ് 5 into 6. ഓക്കെ, ഇനി ഇവിടെ ഒരു കോളം കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ കോളം കൊണ്ട് നമ്മൾ അതേപോലെ ചെയ്യണം. അത് ഈ ഭാഗത്തേക്ക് എഴുതണം. അപ്പോൾ വരിക 1 into 1 പ്ലസ് 2 into 1 പ്ലസ് 5 into 1. ഇനി ഒരു കോളം അപ്പുറത്തേക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇനി രണ്ടാമത്തെ നോക്കാം. ഇനി ഈ ഒരു റോ വെച്ചിട്ട് ഇവിടെ ഇനി ഒരു കോളം ചെയ്യാനില്ല. സോ ഇനി അങ്ങോട്ടേക്ക് എഴുതി നിർത്തിയിട്ട് അത് അവിടെ നിർത്താം. ഇനി നമ്മൾ രണ്ടാമത്തെ റോ എടുക്കുക. രണ്ടാമത്തെ റോ എടുക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റോയിൽ തുടങ്ങണം. അപ്പം ആദ്യം ഈ ഒരു കോളത്തിനെ ചെയ്യാം. അപ്പം എന്താ വരിക? 3 into 1 പ്ലസ് 3 into 1 പ്ലസ് 4 into 2 പ്ലസ് 6 into 5. ഇനി അതേപോലെ ഈ രണ്ടാമത്തെ റോനെ രണ്ടാമത്തെ കോളം കൊണ്ട് ചെയ്യാം. 3 into 3 പ്ലസ് 4 into 4 പ്ലസ് 6 into 6. 4 into 4 പ്ലസ് 6 into 6. ഇനിയോ ആ രണ്ടാമത്തെ കോളത്തിന് തന്നെ മൂന്നാമത്തെ ആളോട് ചെയ്യാം. 3 into 1 പ്ലസ് 4 into 1 പ്ലസ് 6 into 1. അപ്പോൾ ഇനി ഈ ഒരു റോനെ ഇനി ഇവിടെ നാലാമതൊരു കോളം ഇല്ല. അപ്പോൾ അത് അവിടെ നിർത്തി. അത് കഴിഞ്ഞു. ആ റോന്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി അടുത്ത റോ, തേർഡ് റോയിലേക്ക് വരികയാണ്. 1, 1, 1. ആ 1, 1, 1 നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് ചെയ്യുന്നു. 1 into 1 പ്ലസ് 1 into 2 പ്ലസ് 1 into 5. പിന്നെയോ 1 into 3 1 into 3 പ്ലസ് 1 into 4 പ്ലസ് 1 into 6. അതായത് ഈ റോനെ രണ്ടാമത്തെ കോളമായിട്ട് ചെയ്യുന്നു. 1 into 6. ഇനി ഈ സെയിം റോനെ മൂന്നാമത്തെ കോളം 1 into 1 പ്ലസ് 1 into 1 പ്ലസ് 1 into 1. ഇനി ഇതൊക്കെ ഒന്ന് കൂട്ടി കുണിച്ചൊക്കെ നോക്കുക. ഓക്കെ, എന്താ വരിക? 1 into 1 is 1 പ്ലസ് 4 പ്ലസ് 5 into 5 25. പിന്നെയോ 1 into 3 പ്ലസ് 2 into 4. 1 into 3 is 3. 2 into 4 is 8 പ്ലസ് 5 into 6 6 30. പിന്നെയോ 1 പ്ലസ് 2 പ്ലസ് 5 അല്ലേ? 1 into 1 1, 2 into 1 2, 5 into 1 5. പിന്നെ എന്താ വരിക? 5 into 1, സോറി, ഇവിടെ 3 into 1 ആണ്. സോ 3 പ്ലസ് 4 into 2 is 8 പ്ലസ് 6 into 5 is 30. ഇവിടെയോ 3 into 3 is 9 പ്ലസ് 16 പ്ലസ് 6 36. ഇവിടെ 3 പ്ലസ് 4 പ്ലസ് 6. ഇവിടെ 1 പ്ലസ് 2 പ്ലസ് 5, 3 പ്ലസ് 4 പ്ലസ് 6, 1 പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കുത്തിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ഇത് 25 5 30. ഇതെന്താ വരിക? 33 8 41 8. അഗെയിൻ 30 പ്ലസ് 8 41. 36 പ്ലസ് 9 45 55 61.
7 + 6 13. പിന്നെയോ 1 + 2 3 + 5 8. 7 + 6 13. എന്ത് വരും? 3. ഓക്കെ, ഇതാണ് A ട്രാൻസ്പോസ്. A ഇൻറ്റു A ട്രാൻസ്പോസ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. A ഇൻറ്റു ബി കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കാണേണ്ടത്. A ഇൻറ്റു A ട്രാൻസ്പോസ് കാണാൻ എന്തായത് A ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്താൽ മതി. ഓക്കെ, എളുപ്പമാണ്. നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ A ഇൻറ്റു A ട്രാൻസ്പോസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, ഇനി മൂന്നാമതൊരു ടൈപ്പ് ചോദ്യമാണ്. ഇപ്പോൾ A = ഒരു നമ്പർ തരും, ഒരു മാട്രിക്സ് തരും 1 2 3 4 5 6. B = വേറെ ഒന്ന് തരും. B = ഒരു 4 5 3 2 1 6. ഓക്കെ, അപ്പോൾ എയും ബിയും തരും. എന്നിട്ട് നിങ്ങളോട് ഒന്നെങ്കിൽ എന്ത് കാണാൻ പറയും? 3A + ഒരു 4B. 3A + 4B എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 3A കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ? എയിലുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു A എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 പ്ലസ് 4B എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു B എന്താ? 4 5 3 2 1 6 ആണല്ലോ. അപ്പോൾ 3 എക്ക് പകരം ഞാൻ ഈ മെട്രിക്സ് എഴുതി പ്ലസ് 4 ബിക്ക് പകരം ഞാൻ ഈ മെട്രിക്സും എഴുതി. ഇനി സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? 3 ഓരോ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. 3 × 1 3 3 × 2 6 3 × 3 9 3 × 4 12 3 × 5 15 3 × 6 18 പ്ലസ് ഇനി ഇതിലെ 4ന് ഓരോ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 is 16 4 × 5 is 20 4 × 3 is 12 4 × 2 is 8 4 × 1 is 4 4 × 6 is 24. ഓക്കെ, ഇനി ഇതിനെ കൂട്ടാൻ പണിയുണ്ടോ? പണിയൊന്നുമില്ല. ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെൻസിന് കൂട്ടി കൊടുക്കുക. 3 + 16 എന്താ? 16 3 19 6 20 26 9 12 21 12 8 20 15 4 19 18 24 34 42. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മേ ബി എക്സാമിന് ചോദിക്കാം. 3A + 4B അല്ലെങ്കിൽ ഒരു A × B ചോദിക്കാം. A + B × C. ഓക്കെ, അല്ലെങ്കിൽ എയും ബിയും തന്നിട്ട് A × B ചോദിക്കാം. A × B കാണാൻ പ്രയാസമുണ്ടോ? നമ്മളിപ്പോൾ A × A ട്രാൻസ്പോസ് ചെയ്തില്ലേ? ആ സെയിം പോലെ ട്രാൻസ്പോസിന് പകരം എന്ത് ചെയ്താൽ? B ചെയ്താൽ. ഇനി A + B × C ചോദിച്ചാൽ, അതായത് എയും ബിയും സിയും തരും. A + B × C ചോദിച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എയും ബിയും തമ്മിൽ കൂട്ടുക, ആ കിട്ടിയ ആൻസർ × C ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇനി ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻഡ് ദ ഫൈനൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻവേഴ്സ് ഓഫ് A. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് A. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഇക്വേഷൻ വരണം. അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. ഓക്കെ, A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ്? എളുപ്പമാണ് കേട്ടോ. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഒരു 2 3 4 5 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു -3 ആയിക്കോട്ടെ. അപ്പോൾ അഡ്ജോയിന്റ്, അപ്പോൾ A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? 2 × 5 -3 × 4 ചെയ്താൽ മതി. പക്ഷേ അഡ്ജോയിന്റ് എന്താണ്? അഡ്ജോയിന്റ് കാണാൻ ഒരു എളുപ്പ വഴിയാണ്. അതായത് ഇവിടെ 2ഉം 5ഉം ഉണ്ട് അല്ലേ? ആ 2ഉം 5നെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാറ്റി എഴുതാണ്. അത് ആദ്യം 5ഉം പിന്നെ 2 എഴുതി, കുഴപ്പമില്ലല്ലോ. ഇനി -3 4 ഉണ്ട്. -3 4ന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ ഞാൻ എഴുതാണ്. ഓക്കെ, -3 4ന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ എഴുതാണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ചിഹ്നം എന്താണോ അത് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. -3 എന്നുള്ളത് +3 ആക്കുന്നു, +4 എന്നുള്ളത് മൈനസ് ആക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത്? അഡ്ജോയിന്റ്. അപ്പോൾ 5 3 -4 2. ഇനി ബൈ ഡിറ്റർമിനന്റ് A. ഞാൻ പറഞ്ഞു ഡിറ്റർമിനന്റ് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? 2 × 5 -3 × 4. ഓക്കെ, 2 × 5 -3 × 4. ഒന്നുകൂടി ഭംഗിയിലും വൃത്തിയിലും എഴുതുമ്പം 5 3 -4 2 ബൈ 2 × 5 is 10 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 × 4 is 12. സോ 10 + 12 22. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും കൂടി ഭംഗിയിലും വൃത്തിയിലും എഴുതുമ്പം എനിക്ക് എന്ത് ചെയ്താൽ മതി? ഓരോന്നിനെയും 22 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/22 3/22 -4/22 2/22. ഇതായിരിക്കും ഇൻവേഴ്സ് ഓഫ് A എന്ന് പറയുന്നത്. അതായത് ഈ മെട്രിക്സ് ബൈ 22 ആണ്. ആ മെട്രിക്സിനെ ഞാൻ ഓരോ എലിമെന്റിനെയും 22 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത്? A ഇൻവേഴ്സ്. ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും.
പിന്നെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെക്കുക. ഇത്രയും എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 3 മാർക്കിന് ചോദിക്കുക. 1 ഇൻവേഴ്സ് ഓഫ് എ ഇമ്പോർട്ടന്റ് ആണ്. 2 എയും ബിയും തരും. ഒന്നുകിൽ 3a + 4b, 10a + 5b, അല്ലെങ്കിൽ 3a - 4b, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ a × b കാണാനുണ്ടാവുക, അല്ലെങ്കിൽ a + b × c, ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരും. അതും അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ab ≠ BA ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? a × b കാണാം, b × a കാണാം. അത് രണ്ടും കണ്ടുവച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും എന്ത് അത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് എല്ലാം ഒന്നുകിൽ പ്ലസ് ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ആണ് ഉണ്ടാവുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ a × a ട്രാൻസ്പോസിന്റെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മാട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതുപോലെ ചെയ്യാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഇത്രയും 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പം 4 നല്ല വൃത്തിക്ക് പഠിക്കാം.